ഹായ്, നമ്മൾക്കറിയാം ഷാനവാസ് നെവിൻ ശത്രുത എന്താണ്, ഏത് വിഷയത്തിലൂടെയാണ് ഇവർ ശത്രുതയിൽ ആയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്കറിയാം. വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു അത്. ഇപ്പോൾ ലൈവിൽ ആ വിഷയത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് കൃത്യമായി നെവിനോട് പറയുന്നുണ്ട്, ഞാൻ ഈ വിഷയം വലിച്ചിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ തമ്മിൽ വഴക്കായിട്ടുണ്ട്, പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് നെവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നു ഇല്ല എന്ന് പറയുന്നു. അതായത് ഞാൻ വലിച്ചിടാൻ ഉദ്ദേശിച്ചില്ല. അന്ന് പാത്രം തട്ടിയ ഇഷ്യൂ, അതായത് ഫുഡ് താഴെ വീണല്ലോ, ആ ഇഷ്യൂവിൽ ഞാൻ ആ വിഷയം എടുത്തിട്ടോ? അപ്പൊ നെവിൻ പറയുന്നു ഇല്ല, ഞാൻ ആ വിഷയം എടുത്തിടാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ആ വിഷയം എടുത്തിട്ടത്, കാരണം അവരെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോ നെവിൻ പറയുന്നുണ്ട് അതെനിക്ക് അറിയാം എന്ന് നെവിൻ പറയുന്നുണ്ട്. ഷാനവാസ് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ വിലക്കിയിട്ടുമുണ്ട്. അതൊരു പക്ഷെ നീ അറിയാതെ ചെയ്തതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ വിലക്കിയിട്ടുണ്ട്. ഞാനത് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടുമില്ല, പുറത്തു പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അത് നെവിനും മനസ്സിലാവുന്നുമുണ്ട്, നെവിൻ സമ്മതിക്കുന്നുമുണ്ട്. ഷാനവാസ് വിലക്കിയത് നെവിൻ സമ്മതിക്കുന്നുമുണ്ട്. അതായത് ഇങ്ങനൊരു വിഷയം നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് ഇവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. ലാലേട്ടന് മുന്നിൽ വെച്ച് സോറി പറയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് ആ വിഷയം എടുത്തിട്ടതിന്റെ പേരിൽ. പക്ഷെ ഇവിടെ പല ആൾക്കാരും ഇത് വെച്ച് കളിക്കുന്നുണ്ട്, അത് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയാണ്. അഭിലാഷിനോട് ഞാൻ ഒരിക്കലും എന്റെ കണ്ടന്റ് പോയി എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടില്ല. അത് അവർ വളച്ചൊടിച്ചതാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ കോംബോ പോയി എന്നുള്ളതാണ്. അതെന്താണ് എന്ന് നിനക്ക് മനസ്സിലാവും. നമ്മൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ വളരെ സ്നേഹത്തോടെ കളിചിരിയും തമാശയുമായി നടക്കുന്ന വ്യക്തികളായിരുന്നു നമ്മൾ. ആ ഒരു കോംബോ പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഷാനവാസ് അങ്ങനെ തന്നെയാണ് അഭിലാഷിനോട് പറഞ്ഞത്. എൻ്റെ കോംബോ പോയി എന്നാണ് അഭിലാഷിനോട് പറഞ്ഞത്. അഭിലാഷാണ് അതിനെ കണ്ടന്റാക്കി മാറ്റിയത്. അതുപോലെ തന്നെ ഷാനവാസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നിന്നെ പുറത്താക്കാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഒരിക്കലും നിനക്ക് പലതും പറഞ്ഞു തരില്ലായിരുന്നു. അതായത് എനിക്ക് പുറത്തു പോകണമെന്ന് ബിഗ് ബോസിനോട് ഈ പറയുന്ന നെവിൻ പറയുമ്പോൾ ഷാനവാസ് കൃത്യമായി അവിടെ ഇടപെട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറയരുത്, ശരിയല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ ലൈവിൽ കണ്ടതാണ്. അത് ഷാനവാസ് അവിടെ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നീ അങ്ങനെ പറയരുത് എന്ന്. സ്മോക്കിംഗ് ഏരിയയിൽ വെച്ച് ഞാൻ കൃത്യമായി നിനക്ക് പറഞ്ഞു തന്നു, നീ അങ്ങനെ പറയുന്നത് ശരിയല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പുറത്താക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തരുമോ? നീ ആ ലിവിംഗ് ഏരിയയിൽ വെച്ച് അത് പറയുമ്പോൾ, അതായത് ഇവരെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്തു പോകുമെന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ കാലിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നെവിൻ സമ്മതിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് നെവിൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ആ സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈവിൽ നമ്മൾ കണ്ടതുമാണ്. ഷാനവാസ് നെവിനെ വിലക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറയരുത്, നിന്നെ പുറത്താക്കും, അത് പണിയാണ് എന്ന് നെവിനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നോ എന്ന് ഷാനവാസ് കൃത്യമായി ചോദിക്കുന്നുണ്ട്. നെവിൻ അത് മനസ്സിലാവുകയും ചെയ്തു. അതിനുശേഷമാണ് നെവിൻ പുറത്തു പോകുന്നത്. ആ സമയത്ത് ഷാനവാസിന് സങ്കടമുണ്ടായിരുന്നു, അതും നമ്മൾ കണ്ടതാണ്. ഇവിടെ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ഷാനവാസ് ഇഷ്യൂ. ഷാനവാസിന് നെവിനോടൊരു ദേഷ്യം വന്നു. ആ പാത്രം തട്ടിയ കേസിൽ ഷാനവാസിന്റെ മേലെ കുറ്റം ആരോപിക്കാൻ നോക്കിയപ്പോൾ ഷാനവാസിന് ദേഷ്യം വന്നു. ആ സമയത്താണ് ഈ പറയുന്ന ആദിലേക്ക് ഒരു പ്രശ്നം വരുന്നത്. ആ പ്രശ്നത്തിൽ ഈ വിഷയം എടുത്തിട്ടോട്ടെ എന്ന് ഷാനവാസിനോട് ചോദിക്കുന്നു. ഷാനവാസ് ഓക്കെ പറയുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നം മൊത്തം വഷളാവുന്നത്. ഇങ്ങനൊരു വിഷയം നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവരുടെ സംസാരത്തിൽ നിന്ന് അത് വ്യക്തവുമാണ്. നെവിനും സമ്മതിക്കുന്നുണ്ട്. ഷാനവാസ് പല പ്രാവശ്യവും നെവിനെ വാൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഷാനവാസ് നെവിനോട് പറയുന്നത്. നെവിന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നു. പല ആൾക്കാരും ഇതിനെ വളച്ചൊടിച്ച് മറ്റൊരു കണ്ടന്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾക്കാണ് ദോഷമെന്ന് ഷാനവാസ് തിരിച്ചറിയുന്നു. അത് നെവിനോട് പറയുന്നു. നെവിനും കൃത്യമായി മനസ്സിലാവും. അപ്പോൾ നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തരം വിഷയങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, ഫാമിലി അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫാമിലി വന്നു, അക്ബറിന്റെ ഫാമിലി വന്നു, പല ആൾക്കാരുടെയും ഫാമിലി വന്നു. നമ്മൾ പല വഴക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവർ ആ ഒരു രീതിയിൽ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഗെയിമാണ്, ഇതൊരു ഗെയിം ഷോ ആണ്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ ഫാമിലി ഇതെല്ലാം എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. എന്തായാലും രണ്ടുപേർക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ഇടയിൽ കളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. വളച്ചൊടിക്കുന്ന കാര്യങ്ങളും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഷാനവാസ് കൃത്യമായി നെവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നെവിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി. നെവിനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോട്ടെ, നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തീർച്ചയായും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.